സാമ്പത്തിക അച്ചടക്കമില്ലായ്മ മൂലം എത്ര ജീവനുകൾ പൊലിയുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇന്നലെ പോലും സംഭവിച്ചത് ഗുരുവായൂരിൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യാപാരി ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? 6 ലക്ഷം രൂപ ഒരുത്തൻ്റെ ഇന്ന് വട്ടിപ്പലിശയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം അത് ആ പലിശ 40 ലക്ഷം രൂപ വരെ കൊടുത്തു. പക്ഷേ രക്ഷയില്ല. ഓരോ ദിവസവും പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ പിരിവുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ തീരും. ഇത് അടച്ചൊരിക്കലും തീരത്തുമില്ല. ഈ 6 ലക്ഷം രൂപയ്ക്ക് 40 അല്ല 600 ലക്ഷം രൂപയാണെങ്കിലും തീരത്തില്ലത്. അങ്ങനെയാണ് ഈ പ്രശ്നം. യുവമാരുടെ ഇടപാട് അതാണ്. അവരെ അയാൾ ഒരു എഴുത്തും എഴുതി ആത്മഹത്യാക്കുറിപ്പും എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഏതാണ്ട് എന്തോ പ്രഹ്ലേഷെന്നോ അങ്ങനെ വേറെ ഒരു ജിതേഷെന്നോ ഏതാണ്ട് പറയുന്ന 1-2 വട്ടിപ്പലിശക്കാരന്മാരുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഹ്ലേഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ ഒരു ചാനലിൽ ഞാൻ കേട്ടു, മാതൃഭൂമി ചാനലിനകത്ത് രാവിലെ തന്നെ അവനെ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കേട്ടു. അത് റെക്കോർഡിങ് ചെയ്തേക്കുന്ന ഒരു സംഭാഷണമാണ്. നമുക്ക് കേൾക്കണ എന്ത് അഹങ്കാരമായിട്ടാണ് പറയുന്നറിയാം. നീ തരത്തിലല്ലേ, ഇല്ലെങ്കിൽ ഞാനങ്ങ് കയറി വരും എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യം അറിയാമല്ലോ എന്തോ പറയുന്നതെന്നൊക്കെ. ഈ രീതിയിലാണിത്. ഇയാളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തും, ഇയാളെ കടയിൽ വന്ന് വ്യാപാര സ്ഥാപനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി ഇയാളെ കൊന്നുകളയും, അത് തിന്നുകളയും എന്നൊക്കെ പറഞ്ഞൊക്കെ അവസാനം നിവൃത്തിയില്ലാതാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ഈ പലിശക്കാരെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇങ്ങനെ പരസ്യം, അതായത് ഈ രീതിയിൽ ബാങ്ക് ത്രൂ അല്ലാതെ ഉള്ള ഇടപാടുകൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലല്ലോ. 10,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ബാങ്ക് വഴി ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഇപ്പം അങ്ങനെയാണോ നടക്കുന്നത്? ഈ വട്ടിപ്പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ഓരോരുത്തന്മാർ കൊടുത്തിട്ട് നടന്നങ്ങ് പിരിക്കാൻ നടക്കല്ലേ. ഇത് പറഞ്ഞ ഇയാൾ തന്നെ പോലീസിലേക്ക് ഒരുപാട് പരാതി കൊടുത്തു, ഒന്നും നടന്നില്ല. അവസാനം നിവൃത്തിയില്ലാതാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. ഇയാളുടെ വിവരക്കിടന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇയാൾ ഒന്നാമത് എമ്മൻ്റെ ഇന്നൊക്കെ പൈസ വാങ്ങി. അത് ആ സാമ്പത്തിക അച്ചടക്കമില്ലാത്തത് കൊണ്ടാണ് ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണം കൊടുക്കരുത്. നിങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തോളൂ, എന്നാലും വസ്തു പോവും. സർഫേസിങ് കൊണ്ട് അവരിഞ്ഞിറങ്ങും. ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല. അതൊക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും പോക്കാണ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലോണുകൾ കഴിയുന്നതും പലിശ ഒഴിവാക്കാനുള്ള ഒരു സംസ്കാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിർബന്ധമായിട്ടും. ഞാൻ 1 രൂപയും പലിശ കൊടുക്കത്തില്ല, ഞാൻ വാങ്ങത്തുമില്ല. അപ്പോൾ അത് ഞാൻ വലിയ ആളായതുകൊണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതല്ല. സാമ്പത്തിക അച്ചടക്കം നിർബന്ധമാണ്. ഇതില്ലാത്തതിൻ്റെ ഒരുപാട് ദോഷങ്ങളാണ് നമ്മൾ അറിയുന്നത്. ഈ ഒരു സമയത്ത് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്ത് ഓപ്പറേഷൻ കുബേര എന്ന പേര് നടന്ന യുവമാർക്കൊക്കെ അന്ന് ഭയമായിരുന്നു. എല്ലാം ഓടി ഒളിച്ചു. എവിടെ അത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനൊരു സാധനം ഇല്ല. ഇപ്പം ഇവരെല്ലാം ലൂസാക്കി വിട്ടേക്കാണ്. ഫ്രീ ആണ്, നീ ആരുടെ ഇന്ന് വാങ്ങിച്ചോ, ഞങ്ങൾ ഇടപെടത്തില്ല എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ നയം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം യുവന്മാർക്ക് എന്തും ചെയ്യാം, ആരുടെ പേരും ചെയ്യാം. യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയ ശബ്ദ സന്ദേശം ഉണ്ടല്ലോ, അത് മാത്രം മതി അവനെ അകത്താക്കാൻ. അവനെ യഥാർത്ഥത്തിൽ ഇറക്കി വിടരുത്. അവനെ തന്നില്ലേ എനിക്കറിയാം, തന്നില്ലെങ്കിൽ വേണ്ട, ഞാനതൊക്കെ വേണ്ടെന്ന് നോക്കും. പക്ഷേ അതിന് പുറകെ വേറെ കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഒരു സ്ത്രീയെ വിളിച്ച് പറയുന്ന സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ നാട് എങ്ങോട്ട് പോന്നു? ഈ രീതിയിൽ ഈ പലിശക്കാരുടെ വട്ടിപ്പലിശ കൊള്ളക്കാരുടെ കയ്യിലാണ് ഈ നാടെന്ന് വരുന്നില്ല അല്ലേ? എവിടെയൊക്കെ പോയപ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ട് ഈ വനത്തിനടുത്ത് താമസിക്കുന്നവർക്കുള്ള ഉപദ്രവം, നാട്ടിലാണെങ്കിൽ തെരുവ് പട്ടികളെ കൊണ്ട് കടിച്ചു കീറുന്നു, അതിൻ്റെ ഉപദ്രവം. അതായത് നഗരത്തിലാണെങ്കിലും തെരുവ് പട്ടികളാണ് ഉപദ്രവം, വനത്തിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും അല്ലാതെ നാട്ടിലാണെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം. പിന്നെ ബാക്കി ഇതുപോലെ കൊള്ളക്കാരന്മാരെ കൊണ്ടുള്ള ഉപദ്രവം ആലോചിച്ചു. അതിന് ഗ്രാമവും നഗരമൊന്നും ഒന്നും വ്യത്യാസമില്ല. ഇതുപോലുള്ള പലിശ കൊള്ളക്കാരന്മാരെ കൊണ്ടുള്ള ഉപദ്രവം. ഇതിനെല്ലാം മേലെയാണ് ഓൺലൈൻ ട്രേഡിങ് എന്നും പറഞ്ഞ് ഇതിലൊക്കെ വീഴാൻ പോകുന്നവന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നിങ്ങൾക്കൊക്കെ ഈ പണം കാണുമ്പോൾ, അതായത് നിങ്ങളൊരു 2 ലക്ഷം രൂപ മുടക്കിയ 10 ലക്ഷം രൂപ തരും എന്ന് പറയാം. ഞാൻ വന്നാൽ നീ അങ്ങ് എടുത്തോ, എനിക്ക് വേണ്ട, അത് എൻ്റെ മുടക്കാനില്ല എന്ന് പറയാനുള്ള ഒരു ബോധം കാണിക്കണ്ടേ?
ഇങ്ങനെ ആർക്കെങ്കിലും തരാൻ പറ്റുമോ? അതായത് ഇല്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു 15% പലിശ വരെ എന്നാന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു 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 രൂപയ്ക്ക് 15 പൈസ പലിശ, ഒരു വർഷത്തേക്ക് 15% എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത് ബാങ്ക് റേറ്റിനെ കഴിയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട്, അവനൊരു 25% ഉണ്ടാക്കിയിട്ടായിരിക്കും നമുക്ക് 15% തരുന്നത് എന്നെങ്കിലും നമുക്ക് കരുതാം. നേരെ മറിച്ച് അത് 60% പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതായത് 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വർഷം 1 രൂപ 60 പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ തരാൻ പറ്റുകയല്ല ഒരിക്കലും. ഒരു ബിസിനസ്സും അങ്ങനെയുള്ള ഒരു ബിസിനസ്സും നമ്മുടെ നാട്ടിലില്ല, കള്ളപ്പണം അടിക്കുന്നതല്ലാതെ. കള്ളനോട്ടടിച്ചാൽ മാത്രമേ ഈ പണി നടക്കുള്ളൂ. നോട്ട് ഇരട്ടിപ്പ്, ഇതുപോലെ ഈ ഓൺലൈൻ ട്രേഡിങ് എന്നൊക്കെ പറയുന്ന വളരെ വലിയ കളിപ്പീര നടക്കുന്ന മുഴുവൻ പലരും പുറത്ത് പറയാത്തതാണ്. പിന്നെ അത് മാത്രവും വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പം ഈ കണ്ണു വച്ചേക്കുന്നതുണ്ടല്ലോ, സീനിയർ സിറ്റിസൺസിനെയാണ് എല്ലാം. ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, അവർ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുന്ന ആളുകളാണ്. അവരെ വിർച്വൽ അറസ്റ്റ് ബോംബെ പോലീസ്, ബാംഗ്ലൂർ പോലീസ്, ഡൽഹി പോലീസ്, CBI ഇതുമൊക്കെ പറഞ്ഞ് അങ്ങ് വരും. ഇങ്ങനൊരു സാധനം ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങളെ നേരിട്ടല്ലാതെ ഈ ഓൺലൈൻ വഴി ആർക്കും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഏതവൻ പറഞ്ഞാലും കള്ളത്തരമാണ്. അങ്ങനൊരു സംഭവം നാട്ടിലില്ല, നിലവിലുള്ളതല്ല. ഇതൊന്നും മനസ്സിലാക്കണ്ടേ? അതിന് പകരം ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങൾ പത്രം വായിക്കത്തില്ല, വാർത്തകൾ കാണത്തില്ല, ഒന്നുമില്ല. കിട്ടുന്നത് ചുട്ടു നിന്നുകൊണ്ടിരിക്കും, ബാങ്കിൽ കുറേ പൈസ ഇട്ടേക്കും. അത് വാങ്ങിക്കാൻ യവന്മാർക്കറിയാം. അങ്ങനെയാണ് വിർച്വൽ അറസ്റ്റ്. അതിന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങളുടെ പേര് വെച്ച് ഒരു കള്ള ആധാർ കാർഡ് ഒരുത്തി എടുത്തിട്ട് അവൻ ഇത് ദേശദ്രോഹ പ്രവൃത്തി നടത്തി, പേടിക്കും കേൾക്കുമ്പോൾ. അതിന് നിങ്ങളെ വിർച്വലായിട്ട് അറസ്റ്റ് ചെയ്തേക്കാണ്. നിങ്ങൾ ഒരു 40 ലക്ഷം രൂപ കെട്ടിവെക്കണം. കാര്യം എന്തോന്നറിയോ? ഇവനറിയാം, ബാങ്കുകാരന്മാരും ഇവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ കിടപ്പുണ്ടെന്നുള്ള വിവരം ഇവന്മാർക്ക് അറിയാം ബാങ്കിൽ. അതാണ് പ്രശ്നം. ഇത് അങ്ങോട്ട് വിളിക്കും. എന്നെ ഒരുത്തം വിളിച്ചത്, എന്നെ ഇന്നാളൊരിക്കൽ ഒരു കാര്യമായിട്ട് വിളിച്ച്, ആരാണെന്ന് ഞാൻ ചോദിച്ചു, കാര്യമായിട്ട് ആരെയാ നീ വിളിക്കുന്നത് അറിയാമെന്ന് ചോദിച്ചു, തീർന്നു. പിന്നെ എനിക്ക് കോൾ വന്നിട്ടില്ല. അപ്പം ഇതുപോലെ എല്ലാവർക്കും വരുമ്പോൾ ഈ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ ദൂരെ ഇരുന്നുകൊണ്ട് ആർക്കും ക്രിമിനൽ കേസിലോ ഒന്നും പെടുത്താൻ ഒക്കത്തില്ല. അതെല്ലാം കള്ളമാണ് പറയുന്നത്. 1 രൂപയെങ്കിലും നിങ്ങളിതിന്, 1 രൂപ പോലും നിങ്ങളിതിന് കൊടുക്കാൻ പാടില്ല. ആദ്യം ഒരു സ്ത്രീയുടെ ഇന്നിപ്പോൾ ബാങ്കുകാർ വിചാരിച്ചുകൊണ്ട് രക്ഷപ്പെട്ട 1-2 പേരുടെ കാര്യങ്ങൾ ഞാൻ കണ്ട്. എന്താ പറയുക, 40 ലക്ഷം രൂപ കൊടുക്കണം. അവർ 40 ലക്ഷം ഉടനെ ഒരു സ്ത്രീയെ എടുത്ത്, അവർക്ക് ഏതാണ്ട് 75 വയസ്സുണ്ട്, റിട്ടയർ ചെയ്ത് കിട്ടിയ പൈസയൊക്കെ ബാങ്കിലിട്ടിട്ടിരിക്കുക. എല്ലാം കൂടെ അവരെ ഇന്ന് ഒരു 25 ലക്ഷം രൂപ ഉടനെ കൊടുക്കണം. ആദ്യം അവരുടെ കയ്യിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് 25 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ജയിലിൽ കിടക്കണം, തീഹാർ ജയിലിൽ കൊണ്ടുപോകുന്നതാണ്. അവർ അവസാനം ബാങ്കിൽ ചെന്ന്, ആദ്യത്തെ ദിവസം ബാങ്കിൽ ചെന്നപ്പോഴേ അവർക്കൊരു സംശയം തോന്നി. ഇല്ല, അത് ഇന്നിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്തിനാ ഇപ്പോൾ ഈ പണം എന്നൊക്കെ അവർ ചോദിച്ചു. എന്തിനാ പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിലിട്ട കാശ് ചോദിച്ചാൽ അവർ തിരിച്ചു കൊടുത്ത് നോക്കും. പക്ഷേ എന്തോ അവർക്കൊരു സംശയം തോന്നിയതുകൊണ്ട് കൊടുത്തില്ല. പിറ്റേന്ന് ഇവർ ഇതുപോലെ ചെന്നേക്കുന്നത്. കാരണം ഇവരെ വിരട്ടി അയച്ചേക്കാണ്. അവരുടെ രൂപം ഭാവമൊക്കെ കണ്ടപ്പോൾ മാനേജർക്കൊക്കെ ഒരു സംശയം. അവർ പോലീസിൽ ഓരോ അറിയിച്ച് അവസാനം പോലീസ് വന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതുപോലെ അവരെ വിർച്വൽ അറസ്റ്റിൽ നിർത്തിയേക്കാണ് കേട്ടോ. അവർ ഏതാണ്ട് 10-15 ദിവസമായിട്ട് വിർച്വൽ അറസ്റ്റിലാണ്. എങ്ങോട്ട് പോകാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. ഇതൊക്കെ പറയുമന്മാർ. ഇതൊക്കെ പറയുമ്പം നീ പൂടാ പുല്ലേന്ന് പറയുന്നതിന് പകരം ഉണ്ടല്ലോ, ഇവരത് പറയത്തില്ല. പ്രായമായ ആളുകളുണ്ടല്ലോ, ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് ഇതേപോലെ ശല്യം ചെയ്ത് കാശ് അവരുടെ നിന്ന് ഒരുപാട് പണം വാങ്ങിയെടുത്തിട്ടുണ്ട്. പലപ്പോഴും ബാങ്കുകാരൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് രക്ഷപ്പെടുന്നത്. ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബാങ്കുകാർ ഇനിയായാലും ശരി ഇതേപോലെ അസ്വാഭാവികത കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പോലീസിൽ വിവരം അറിയിക്കണം. അതാ വേണ്ടത്, അത് ചെയ്യണം. കാരണം ഇവരുടെ രക്ഷയ്ക്കാണ്, അല്ലാതെ ഇവരെ ഉപദ്രവിക്കാനല്ല. അപ്പോൾ അത് കൊണ്ട് ബാങ്കിനൊന്നും നഷ്ടമൊന്നും വരത്തില്ലല്ലോ, പാവങ്ങളുടെ രക്ഷപ്പെടും, അത്രയേ ഉള്ളൂ. ഈ പണം ആരുടെയും പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം.
ഈ വട്ടിപ്പലിശക്കാരന്മാരെ അതേപോലെ ഇവന്മാരുടെ പലിശ എത്രയെന്നറിയോ? അതാ എൻ്റെ രസം. പലിശ വർഷം തോറും ഉള്ളതല്ല പലിശ, ദിവസമാണ്. ഇതറിയത്തില്ല. ഇപ്പോൾ ഒരാൾ ഒരു 10 ലക്ഷം രൂപ ഒരുത്തൻ്റെ ഇന്ന് വട്ടിപ്പലിശയ്ക്ക് കാശെടുത്തുന്നിരിക്കട്ടെ. ആദ്യമേ അവൻ ഇതിൻ്റെ പലിശ കഴിഞ്ഞിട്ട് 10 ലക്ഷം രൂപയ്ക്ക് 7 ലക്ഷം രൂപ കൊടുക്കും. എന്നിട്ട് ഈ 10 ലക്ഷം രൂപ 100 ദിവസം കൊണ്ട് അടയ്ക്കണം. മനസ്സിലായി? വളരെ എളുപ്പമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഈ 100 ദിവസം കൊണ്ട് അടയ്ക്കണം. അപ്പോൾ ഓരോ ദിവസവും ഈ പൈസ വീണ്ടും അടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര ശതമാനം പലിശ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ പോകുന്നത്. ഓരോ ദിവസം കൊണ്ട് ഈ 100 ദിവസം കാശ് മുടക്കാൻ പല വ്യാപാരികളും ഇങ്ങനെ പണമെടുത്ത് അടയ്ക്കുന്നുണ്ട്. അതാണ് ഇവന്മാർ ആദ്യം ഒരു പലിശ എടുത്തു, അത് കഴിഞ്ഞാണ് 7 ലക്ഷം രൂപ കൊടുക്കുന്നത്. പക്ഷേ 10 ലക്ഷം രൂപ അടയ്ക്കണം വീണ്ടും. അപ്പോൾ 7 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപ അടയ്ക്കണം. ഈ 10 ലക്ഷം രൂപ അടയ്ക്കുന്ന എന്നാണ്? ഓരോ ദിവസവും ഇതുപോലെ വീതിച്ച് അടയ്ക്കണം. അതാണ്. അതായത് 10 ലക്ഷം രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ 100 ദിവസം കൊണ്ട് 10,000 രൂപ വെച്ച് ഓരോ ദിവസം 10,000 രൂപ വെച്ച് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസം 10,000 രൂപ അടച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, എത്ര ദിവസം കൊണ്ട് ഈ പൈസ ഓരോ ദിവസവും എന്ത് നഷ്ടം ഉണ്ടാവുന്നേ? ഇത് കണക്കാക്കി എടുക്കുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിലുണ്ടല്ലോ, ഇത് തടയണം. ഇത് ഈ രീതിയിലുള്ള ലോൺ കൊടുക്കാൻ പാടില്ല. ഒന്നില്ല, അമ്മമാർ ഒരു ബാങ്കിങ് സ്ഥാപനം നടത്തിയിട്ട് പരസ്യം എഴുതി വെച്ചിട്ട് ചെയ്യണം. അത് പെർമിറ്റ് ചെയ്യത്തില്ല. അല്ല, അതിനാണ് ഇപ്പോൾ സ്വർണ്ണപ്പണയം എന്നുള്ള പേരിൽ വ്യാജേന ഇതേപോലെ തട്ടിപ്പ് ധാരാളം നടക്കുന്നുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട് ഈ രീതിയിൽ. നേരെ നടത്തുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല, ഉണ്ട് അത്. പക്ഷേ ഇത് ഇപ്പോൾ പിന്നെ ഈ സ്വർണ്ണത്തിന് വിലയല്ലയോ, ഈ കൊണ്ടുവച്ചിട്ട് ഇത് എടുക്കാൻ പറ്റുമോ? എടുക്കാനും പറ്റുന്നില്ല. അത് എടുത്ത് വിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല നേട്ടം ഉണ്ടാവും. അതാ കാര്യം. പിന്നെ അതുപോലെ സ്വർണം ബുക്കിങ് ഓരോരുത്തന്മാർ നടത്തും. നിങ്ങൾ ആലോചിക്കണം, ബുക്ക് ചെയ്തവന്മാരുണ്ടല്ലോ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നേരെ അങ്ങ് ബുക്ക് ചെയ്തു പണം. അതായത് വില കുറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്വർണത്തിന് 50,000 രൂപ 60,000 രൂപ എങ്ങാണ്ട് വിലയുള്ളപ്പോൾ ഒരാൾ അയാളുടെ മൂടെ കല്യാണത്തിന് വേണ്ടി 50 പവൻ വാങ്ങിക്കാനായിട്ട് ബുക്ക് ചെയ്തു. അതിന് ഒരു 25 ലക്ഷം രൂപ ആദ്യം കൊടുത്തു. അവസാനം ഈ സ്വർണം വാങ്ങിക്കാൻ ചെന്ന് അപ്പോൾ ഈ അന്നത്തെ ഇപ്പോൾ നമ്മൾ ഇത്രാം തീയതി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇത്ര രൂപ 50 പവൻ തരാം, ബാക്കി ഇത്ര രൂപയും കൂടെ തരണം എന്നുള്ള കരാർ അന്ന് തന്നെ. ബാക്കി പൈസ കൊടുത്തപ്പം ഇതുപോരാ, അന്നത്തെ വിലയ്ക്ക് 25 ലക്ഷം രൂപയുടെ സ്വർണം തരാമെന്ന്. 25 ലക്ഷം രൂപ അന്ന് വാങ്ങിച്ചാ അതിന് അവൻ്റെ ഓശാരം വല്ലതും വേണോ? ബാക്കിയുള്ളതിന് കാശ് കൊടുക്കണം. ഏതായാലും നാട്ടുകാരൊക്കെ കൂടെ സംഘടിച്ച് എന്ന് അടി കൊള്ളുമെന്ന് ആയിക്കഴിഞ്ഞപ്പോൾ ഏതായാലും കൊടുത്തു. ഈ ചതിക്കുഴിയിലൊക്കെ നിങ്ങൾ വീഴുകയാണെങ്കിൽ ശരിയായിട്ട് നിങ്ങൾ എഴുതി വാങ്ങിച്ചുകൊണ്ട് വേണം ഇത് വീഴാൻ. എന്തിന്? ഞാൻ ബാക്കി കൂടുതൽ പറയുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് പേര് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അത് ഇനി ഒരവസരത്തിൽ ഞാൻ പറയാം. പക്ഷേ ചതിക്കുഴികളിൽ വീഴാതെ സൂക്ഷിക്കുക.